ഇതൊരു ബജാജ് ഡിസ്കവറിൻ്റെ dtsi എഞ്ചിനാണ്. അപ്പോൾ dtsi എഞ്ചിൻ എന്ന് വെച്ചാൽ മിക്ക എല്ലാവർക്കും അറിയാമായിരിക്കും, ഡിജിറ്റൽ ട്വിൻ സ്പാർക്ക് ഇഗ്നിഷൻ. അതായത് 2 സ്പാർക്ക് പ്ലഗാണ് വരുന്നത്. ട്വിൻ സ്പാർക്ക് ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ വണ്ടിയുടെ എഫിഷ്യൻസി കൂട്ടാൻ. ഇപ്പോൾ കമ്പഷൻ കംപ്ലീറ്റ് ആയിട്ട് നടത്തി വണ്ടിയുടെ എഫിഷ്യൻസി കൂട്ടാൻ. അതുകൊണ്ടാണ് ഈ ഡിസ്കവറിൻ്റെ ഈ വണ്ടിക്കൊക്കെ നല്ല മൈലേജ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈം ചെയിൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാണുന്ന ചെറിയ ചെയിനാണ് നമ്മളെ ടൈം ചെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ടൈം ചെയിൻ എന്ന് വെച്ചാൽ നമ്മളെ ക്രാങ്കിൻ്റെ റൊട്ടേഷൻ, ക്രാങ്ക് പിസ്റ്റൺ അടിക്കുമ്പോഴാണല്ലോ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രാങ്കിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് വാൽവ് തുറക്കണം. അതായത് ഇവിടെ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും തുറക്കണം. അപ്പോൾ അതിനു വേണ്ടി സഹായിക്കുന്നതാണ് ടൈം ചെയിൻ. അപ്പോൾ ഈ ക്രാങ്കിൻ്റെ ടൈമിങ് അനുസരിച്ച് ഈ വാൽവ് കറക്റ്റ് ടൈമിൽ തുറക്കുന്നതാണ് ടൈമിങ് ചെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചുമ്മാതിട്ടാൽ ടൈമിങ് കറക്റ്റ് ആവത്തില്ല. അപ്പോൾ ഇത് കറക്റ്റ് ഇടേണ്ട എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഹെഡും സിലിണ്ടറും സെറ്റ് ചെയ്തതിന് ശേഷമാണ് ടൈമിങ് ചെയിൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ക്രാങ്കാണ്. ക്രാങ്കിൻ്റെ സ്പ്രോക്കറ്റിൽ താഴത്തെ ടൈമിങ് ചെയിൻ താഴെ ഇടുക. അപ്പോൾ ഇതിൻ്റെ സ്പ്രോക്കറ്റ് കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടൈമിങ് ചെയിൻ ഈ ഗ്യാപ്പിൽ കൂടെ സിലിണ്ടറിൻ്റെ ഹെഡിൻ്റെ അകത്തോടെ മേളിലെടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഉടക്കി വെക്കുകയോ, ഞാൻ ഇപ്പോൾ കൊണ്ട് കമ്പി വെച്ചുകൂടെ കൊള്ളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് താഴെ പോകും, പിന്നെ എടുക്കാൻ ടാസ്ക്കാണ്. അപ്പോൾ ഇനി ഇത് ഇടുന്നതിൻ്റെ മെയിൻ ടെക്നിക്ക് എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ തിരിച്ചാൽ നമ്മളവിടെ ഫ്ലൈ വീൽ മാഗ്നറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലൈ വീലിൽ നോക്കുവാണെങ്കിൽ 2 മാർക്കിങ് ഒരു ടീന്ന് കാണാം. അപ്പോൾ പല വണ്ടിക്ക് പലതായിരിക്കും. പല വണ്ടിക്ക് ഒരു ടീയെ കാണും, അല്ലെങ്കിൽ ഒരു മാർക്കിങ്ങെ കാണും. അല്ലാതെ ഈ കേസിൽ ഒരു മാർക്കിങ് കാണും. അപ്പോൾ നമ്മൾ ഈ കേസിങ്ങിൻ്റെ മാർക്കിലോട്ട് അലൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിലാണ്, അതായത് പിസ്റ്റൺ ഏറ്റവും മുകളിലാണ്. അപ്പോൾ ഇനി അടുത്തത് പവർ സ്ട്രോക്കോ സക്ഷൻ സ്ട്രോക്കോ ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കേസിങ്ങിൻ്റെ മാർക്കിലോട്ട് ഈ ടീ നമ്മൾ അലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് ഈ സൈഡ് ചെയ്യാനുള്ളത്. ഇനി നമുക്കിത് ടൈം ചെയ്യുന്നവരെ മൂവ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാമിലെ സ്പ്രോക്കറ്റ് ഇടാം. അപ്പോൾ ഇതാണ് ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ടാപ്പറ്റ് റോഡ് പുഷ് ചെയ്ത് വാൽവ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ലോട്ടുണ്ട്, ആ സ്ലോട്ടിൽ ഈ ഒരു സ്ലോട്ട് കാണാം, ആ സ്ലോട്ടിൽ ഈ പ്രൊജക്ഷൻ കാരണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ ഫ്ലൈ വീലിൽ ടീ എന്ന് എഴുതിയ പോലെ തന്നെ ഈ സ്പ്രോക്കറ്റിലും ടീ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ 2 മാർക്കിങ് ഒരു ടീ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ടീ മേളിൽ വരണം. അപ്പോൾ ഈ ടീ മേളിൽ വരുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് മേളിലോട്ട് വെച്ച് ഈ ടീ മേളിൽ. അപ്പോൾ ഇത് 2 സൈഡിലോട്ടിരിക്കും. ഇപ്പോൾ ഇത് 2 പാരൽ ടീ പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കും. ഇനി ഇതിടാൻ നേരം നമുക്ക് ഈ ചെയിൻ എടുക്കാം. ഈ ചെയിൻ സ്പ്രോക്കറ്റിൽ ആദ്യം കയറ്റാം. അതാണ്ടേ ഇപ്പോൾ ടീ കറക്റ്റ് ടോപ്പിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലൈ വീലിൻ്റെ ടീയും ടോപ്പിലാണ്. ഇപ്പോൾ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിലാണ്. ഇപ്പോൾ ഈ ക്യാമിൻ്റെ ടൈമിങ് ഓക്കെയാണ്, വാൽവും ഓക്കെയാണ്. അപ്പോൾ ടൈമിങ് ചെയിൻ ഇടുന്നതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഇതിൻ്റെ ബോൾട്ടും കൂടെ ഇട്ടാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.